സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. ചരിത്രം കുറിച്ച് G7 ഉച്ചകോടിയിലേക്ക് ആദ്യമായി മാർപ്പാപ്പ. ബൈഡനും മോദിയും മാർപ്പാപ്പയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. റോം. ചരിത്രത്തിൽ ആദ്യമായി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പ എന്ന ഖ്യാതിയോടെ ഫ്രാൻസിസ് പാപ്പ ഇറ്റലിയിലേക്ക്. നിർമ്മത ബുദ്ധിയുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള സെഷനിലാണ് G7 നേതാക്കളുടെ ചർച്ചയിൽ ഫ്രാൻസിസ് പാപ്പ പങ്കെടുക്കുന്നത്. G7 ചർച്ചയിൽ ഇതാദ്യമായാണ് ഒരു മാർപ്പാപ്പ പങ്കെടുക്കുന്നത്. കൂടിക്കാഴ്ചയ്ക്കിടെ ഫ്രാൻസിസ് പാപ്പ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ 9 ലോക നേതാക്കളുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11-ന് വത്തിക്കാനിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ഉച്ചകോടി നടക്കുന്ന ഇറ്റലിയിലെ പുലിയയിൽ എത്തിച്ചേരുന്ന മാർപ്പാപ്പയെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി സ്വീകരിക്കും. പ്രാദേശിക സമയം 2:15-നാണ് മാർപ്പാപ്പ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുന്നത്. ഇതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ, US പ്രസിഡന്റ് ജോ ബൈഡൻ, ബ്രസീൽ, തുർക്കി, അൾജീരിയ പ്രസിഡന്റുമാർ എന്നിവരുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി, ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ എന്നിവരുമായും മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതേസമയം ഫ്രാൻസിസ് പാപ്പ നരേന്ദ്രമോദി കൂടിക്കാഴ്ചയെ ഭാരതത്തിലെ ക്രൈസ്തവർ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. 2021-ൽ G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റോമിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് മാർപ്പാപ്പയുമായി പ്രധാനമന്ത്രി 1.25 മണിക്കൂറിലധികം ചർച്ച നടത്തിയതാണ്. അന്ന് മോദി ഭാരതത്തിലേക്ക് ക്ഷണിച്ചുവെങ്കിലും പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായി നടപടി ഉണ്ടായില്ല. ഭാരതം സന്ദർശിക്കാൻ ഫ്രാൻസിസ് പാപ്പ നിരവധി തവണ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ നിർണായക തീരുമാനങ്ങളിലേക്ക് മുന്നോട്ടു പോകുമെന്നാണ് ക്രൈസ്തവർ ഉറ്റുനോക്കുന്നത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.